നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ അറിയോ? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമയാണ്. അപ്പം ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് നമ്മൾ ഞാൻ കുറേ ആയിട്ടോ ഷവർമയൊക്കെ കഴിച്ചിട്ട് പുറത്ത് പോയി കഴിക്കാൻ സത്യം പറഞ്ഞാൽ പേടിയാണ്. അപ്പോൾ നമുക്ക് ഒരു ഈസി ആയിട്ട് അരമണിക്കൂറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഷവർമ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുബൂസ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്ത്, അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചിക്കൻ എല്ലൊന്നും ഇല്ലാതെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലൊന്നും വരാതെ ശ്രദ്ധിക്കുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എല്ലൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ല. അപ്പം എല്ലൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ആദ്യം തന്നെ ചിക്കൻ വറുത്തെടുക്കണം. അപ്പോൾ വറുക്കുന്നതിലേക്ക് ആവശ്യമായ മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇത് തന്തൂരി ചിക്കൻ മിക്സാണ്, അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ചെറുനാരങ്ങയുടെ നീരും. ഇതൊക്കെ ചേർത്ത് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ മുളക് പൊടി ഇടുകയാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് തന്തൂരി പൗഡറാണ്, നമുക്ക് കടകളിൽ നിന്നൊക്കെ സാധാരണ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അല്പം കുരുമുളക് പൊടി, ഇത് എരിവൊന്നും വേണ്ടാത്തവർക്ക് ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി നമ്മളിതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കുരു കളഞ്ഞത് കൂടെ ഇങ്ങനെ ഒഴിക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ നമ്മൾ ഇത് മാറ്റി വയ്ക്കാം. അപ്പോഴാണ് നന്നായിട്ട് ആ മസാലയൊക്കെ ചെന്നിട്ട് നല്ല ടേസ്റ്റായി കിട്ടുള്ളൂ. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഷവർമ നമുക്ക് ഉണ്ടാക്കാനായ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു ചെറിയ കക്കിരിക്കയാണ് അത് ചെറുതാക്കി അരിഞ്ഞത്, അതിൻ്റെ കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് ചെറുതാക്കി അരിഞ്ഞതാണ്, തോലൊന്നും പോക്കിയിട്ടില്ല. ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത്, ക്യാബേജ്, ആവശ്യത്തിന് ഉപ്പും. ഇനി നമുക്കിത് മിക്സ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഈ വെജിറ്റബിൾ എല്ലാം കൂടെ നമുക്കൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം, സവാള ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ക്യാബേജ് ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം വിനാഗിരി കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ഈ പാത്രം ഒന്ന് ചൂടാവട്ടെ. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓയിൽ തന്നെ എടുക്കുക, വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. ആ വെളിച്ചെണ്ണയുടെ ഒരു ചുവ വരുമ്പം അതൊക്കെ രസം ഉണ്ടാവില്ല. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് ഈ കുബൂസ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച കുബൂസാണ്. കുബൂസൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഐറ്റമാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് സാധാരണ ഇപ്പം നമുക്ക് ബേക്കറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കുബൂസാണ്. ഈ ഒരെണ്ണത്തിന് 4 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വേഗം ചൂടാക്കിയെടുക്കാം. ഈ ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുബൂസ് ഒന്ന് വേഗം ചൂടാക്കിയെടുക്കാം. ദോശക്കല്ല് നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം ചൂടാക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ആ ചൂടോടെ കഴിക്കാൻ പറ്റില്ല. ഇത് ചൂടാക്കി വരുമ്പോഴേക്ക് ഇതിൻ്റെ ചൂടൊക്കെ പോകും. അപ്പോൾ ആ ചൂടോടെ കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടും ഇതുപോലെ ഒരുമിച്ച് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്കിത് വേഗം ഇങ്ങനെ ഓരോ കുബൂസും ഒന്ന് ചൂടാക്കി എടുക്കാം. ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കുബൂസ് 2 കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാറുണ്ട്. അപ്പോൾ നമുക്കിനി വേഗം ഷവർമ സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾസ് ആണ്. ഇതിലേക്ക് നമുക്ക് വറുത്ത ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് മയണൈസർ ഇട്ട് കൊടുക്കാം. നമുക്ക് മാറ്റി വെക്കാം. നമ്മളെ കുബൂസിൽ ഇത്തിരി തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആ വെജിറ്റബിൾസിൽ നമ്മൾ സുപ്പ് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിന് നമുക്കതൊന്ന് കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും. ആ വെള്ളം ഒന്ന് നമ്മൾ ഒഴിവാക്കണം കേട്ടോ. ഞാൻ ഒഴിവാക്കിയതാണ്, ഞാനത് പറയാൻ മറന്നുപോയി. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഒന്ന് ഉപ്പൊക്കെ നോക്കാം. ഉപ്പില്ലെങ്കിൽ ഇപ്പോഴും ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്, പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഷവർമ സെറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് എന്താ ഒന്നുമില്ലല്ലോ. നമുക്ക് കുറച്ച് മയണൈസർ ഇങ്ങനെ ആക്കി കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ചില്ലി സോസോ ടൊമാറ്റോ സോസോ എന്ത് വേണമെങ്കിൽ ആക്കാം. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ വേണ്ടവർ കൂടുതൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. അതിന് മുകളിൽ ഇതാ വേറൊന്നും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്